കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ ഒന്ന് അന്വേഷിക്കാതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരും രക്ഷപ്പെടുമോ നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ല കേട്ടാ. അതെന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞിട്ട് റെൻസ് മുകളിൽ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. അത് ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. ആ പോയിട്ട് വരാം. ശരി വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ആ ശരി. ഹലോ റിച്ചാർഡല്ലേ? അതെ. ആ ഞാൻ കുട്ടിച്ചനാണ്. ആ നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞ പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കമാലിയിലടാ. ആ ഞങ്ങളിപ്പോ അങ്കമാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി. ആരാ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ? പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയോ കേട്ടോ. കൊച്ചല്ലേ റിച്ചാർഡ്? ആ കുട്ടിച്ചൻ. അതെ. ആ പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ വന്ന് രണ്ടു ഒക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെയുണ്ട്. ഒന്ന് വന്നെങ്ങട്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. എന്ത് ചെയ്യുന്നു? കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവൻ്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കാ. ശരിക്കും ആ വാടക മതി. നീ ഉണ്ടോ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ 4 പെണ്ണുങ്ങളാണ്. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടുത്തെ അമ്മച്ചിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? കാണിക്കണോ? പിന്നെന്താ കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെൻറ്റാ. കുഴപ്പമില്ല. ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ. ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ. അല്ലേ അമ്മച്ചി? മോനെ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാ വന്നാ ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ രക്തോട്ടം ഇല്ലാത്തതിന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മളവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമാണെന്നറിയോ? നല്ല ശുദ്ധ വായും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു? ഞങ്ങൾ ഇറങ്ങിക്കുക. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ആന്റിയെ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ? ഞങ്ങൾ വഴിയിൽ കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ നിൽക്കുന്നതാ മച്ചൻ. എന്തായാലും മാറ്റിയെടുത്ത് സംസാരിച്ചോ. ഓ എനിക്കങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലെ ഒരു അമ്മച്ചി എൻ്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയാച്ചാൽ മതി. ഇതാ സ്ലീവാച്ചൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതി.
ആ ഇവിടെ ശരി എന്നാ. നീ ആദ്യം ചോദിക്കണേ. എന്നാടി എന്നാ എന്നാ പറ്റി? ചാച്ചാ ആ? പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടി ഉണ്ടോടാ? മുടി മുടി കാണും. പൊക്കം ഉണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ചാച്ച പറയട്ടെ, പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണുകൊണ്ട് പരിചയമില്ലാത്താണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മൾ എല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. അതല്ലേ എന്നെ എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി. അവൻ ഇഷ്ടപ്പെട്ടോന്നറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ കുട്ടായി, വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു. അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞേ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ, നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി. കുട്ടായി, പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടടാ? അമ്മച്ചി എന്നോടൊന്നും ചോദിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവളമാരെ കൊണ്ട് തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയണ്ട. മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്. നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണവും നല്ല നിറവും കുട്ടായിക്ക് തരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡിച്ചാന് ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു. അതെ അതെ. ആ ഞങ്ങൾ മറ്റന്നാൾ, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരെ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല. അദ്ദേഹം ധ്യാനത്തിൻ്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ. ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ആ ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. ആ വന്നോ? ആ ആ എടി, പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നേ? ഒന്നും മേടിക്കുന്നില്ല ഏട്ടത്തി, മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ ഓ ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുവാ. ചേട്ടത്തി ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി പുഴുക്ക് കഴിച്ചേച്ച് പോവാം. യോ എൻ്റെ പൊന്നു കുഞ്ഞേ, വേണ്ട, പെട്ടെന്ന് എന്നില്ലേ അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്നാണ് നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത? ഓ കല്യാണത്തിന്റെ ഇനി എന്നൊക്കെ ചെയ്താലോ? അതെ അതെ അതെ. ആ എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഓ ഹലോ ഹലോ, ആരാ? ഞാൻ ഷൈനിയാണോ? അല്ല, ഞാൻ റിൻസിയാ. ഓ ഒരു മിനിറ്റ് ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. ഹലോ. ആ മോളെ, ഈ പോത്തിന്റെ കാര്യം എന്നാന്ന് ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാഗമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2 മേടിച്ചങ്ങ് നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോരുക്ക് ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ആ ശ്രീവാജ കെട്ടുമ്പോ സാറാണല്ലോ അല്ലേ?
വൈദികൻ്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴും ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം സ്ലീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇട ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ സ്ലീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ. എന്താ നിന്റെ പ്രശ്നം പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു എന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം സ്ലീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നല. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. അതെ, അളിയൻ ചെറുതായിട്ടൊന്ന് ഓഫായിപ്പോയേ. അതെ അതെ, പാവം എല്ലാരെയും സന്തോഷിപ്പിച്ചങ്ങ് ഓവറായി. ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ. ശരി, ഒന്ന് മാറുന്നേ അളിയാ. ശരി, കാലെടുത്ത് വെച്ച്. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ, മോൾ എണീറ്റോ? ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. തണുപ്പ് കൂടുതലുണ്ടോ? അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതിവുള്ളതല്ല. എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക്. ശരി. അവനാ ഷീറ്റ് വരെ കാണുമേ. അടുക്കള വസ്തു കിട്ടിയിരുന്ന അഴിച്ചാൽ അപ്പൊ തന്നെ അഴിപ്പിച്ചായ. നേരത്തെ എഴുന്നേക്കൂല്ലേ? എന്താ ഒരു സ്മെൽ? അത് ഈ ഒട്ടുവാലിനെ ചണ്ടിട പരിചയമില്ലാത്തവർക്ക് ഓക്കാനം വരും. അതൊക്കെ നോക്കും. കഴിക്കണ്ടേ? അപ്പൊ നീ വരുന്നില്ലേ? സ്ലീബാച്ചൻ വന്നല്ലോ. ചേട്ടാ വിട്ടോ, ഞാൻ വന്നേക്കാം. ചേട്ടാ താമസിക്കാൻ വന്നേക്കണേ. ചേട്ടാ വണ്ടിയിട്ട് വിട്ടോ, ഞാൻ വന്നേക്കാന്നേ. ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നാ? ഓ, അതൊന്നും ഇടാവേ. കല്യാണം കഴിച്ചതിന്റെ പുതുമോടി മറ കുറച്ച് നാടാവൂലോ, അതൊന്നും പറഞ്ഞാടാ. ഓ, ഒരു പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ കൊച്ചാക്കലടാ. അതൊക്കെ നീ ഇപ്പൊ പറയും. കുറച്ചു ദിവസം കഴിയട്ടെ. ആ പെങ്കൊച്ചതിന് വരക്കെടുത്തു പുറത്തേക്ക് എടുക്കത്തില്ല മോനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്റെ കമ്പനിക്കാരാ മെയിൻ. അങ്ങോട്ട് നോക്കി. അച്ചോടാ, കണ്ടോ? ഇത് വേണോ? ഇത് വേണോ? നോക്കി. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നു റൂട്ടായി? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഓ ചാച്ചന്റെ പൊന്ന്, ചാച്ചന്റെ പൊന്ന്. ഇതാരുടെ വിളിച്ച് വണ്ടി കിട്ടണേ? അത് ഗോപി കഴിയതാ. അതിനതിന് നിങ്ങക്ക് പോവാൻ നാളെ. എങ്ങോട്ട് പോവാൻ? നിനക്ക് റിൻസിക്കോടെ ഹണിമൂണിന് പോവാൻ. എങ്ങോട്ട് പിടിച്ച ഹണിമൂണ്? ദേ ഇവരതിന്റെ ആൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ, ഇത് എവിടായിരുന്നു എന്റെ അളിയാ? ചെറുതൊരെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട്. എന്നെ പരിപാടി ജോഡിയല്ലേ കാണിച്ച്. ഈ ഹണിമൂണിന്റെ ഒക്കെ എന്നെ ആവശ്യമുണ്ട്. ഓ, അതിനൊപ്പം എന്നാ അളിയാ? അത് ശരിയായില്ല. ആളിനെ എന്നോടെങ്കിലും ഒന്ന് പറയാറ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കുഞ്ഞളിയാ. എന്നാൽ ഈ തിരക്കിന്റെ ഇടയിൽ ഇവിടെ തിരക്കാ? ഇവിടെ തിരക്കൊന്നുമില്ല. പാപ്പായ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. നിങ്ങളങ്ങ് പോയേച്ചാ മതി. അതെ അതെ. ഹാ, കല്യാണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ട അളിയാ. ഏതായാലും ധ്യാനം തുടങ്ങുന്നതിന് വരെ നിങ്ങൾ ഫ്രീയാ. അതുവരെ നിങ്ങളിന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വാ എന്റെ കുഞ്ഞളിയാ. മതി വർത്താനം പറഞ്ഞത്. അകത്തൊന്നും എല്ലാം കഴിക്ക്. നീ വരാത്തോണ്ട് ആ കൊച്ചു ഒന്നും കഴിക്കാതിരിക്കുവാ. ഇപ്പോഴൊക്കെ ഇത് പറ്റുള്ളൂ പറഞ്ഞു കൊടുറി. ആന്റിക്ക് ചാച്ചനോട് ചെറിയൊരു പിണക്കമുണ്ട്. ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചനോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലെന്ന്.
അത് ചാച്ചൻ ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയതല്ലേ. ഇതിനാ നിങ്ങൾക്ക് ആർക്കും കിടക്കൊന്നും വേണ്ടേ? ടീന പിള്ളേരെ വിളിച്ചോണ്ട് കൂടി വാടി. മതിയോ? മോള് വാ. മതിയോ? ചാച്ചൻ അമ്മ മോളെ എടുത്ത് തരാം. വാ സാറിലെ ചേച്ചി കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. നിങ്ങൾക്കും കിടക്കണ്ടേ? എന്നാ മോള് ഇവിടെ ഇരുന്നോ. ഇച്ചിരി കഴിയുമ്പോ വരണേ. വാടാ. നീ എന്തിനു ഇവിടെ ഇരിക്കുന്നു? ഇനി പോരെ. ഇന്നോ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ നാളത്തേക്ക്. കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല. ജീൻസോ? എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ. അത് ഞാൻ കാലത്ത് വെട്ടാൻ പോകുന്ന. ചാച്ചന്റെ പോക്ക് ഉറങ്ങണ്ടേ? എടി കൊച്ചെന്തേടി? കുട്ടായുടെ മുറിയില്. കുട്ടായുടെ മുറിയില് നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ? അളിയനും ആ പങ്കുച്ചിനും എന്നാ ഒന്ന് കാണും. ഞാൻ വിളിച്ചത് അവള് വരണ്ടേ? ബെസ്റ്റ്. അത് കുഴപ്പമില്ല, നീ പോയി എടുത്തോണ്ട് വാ. പോണോ? പോയി വിളിച്ചോണ്ട് പാടി വേണേ. ബുദ്ധിമുട്ടായില്ലേ? കിടന്നു. Please. This is your honeymoon suit. Hope you like it. It's good. ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ള? രാവിലെ വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു വിൽ ലൈക്ക് ഇറ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു.